ഹായ് മക്കളെ, നമ്മൾ ഇന്ന് പോകുന്നത് സ്പെഷ്യൽ ഗസ്റ്റിന്റെ വീട്ടിലേക്കാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുൾ A+ നേടിയ ധ്യാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ്. പക്ഷെ ഇന്നത്തെ ഗസ്റ്റ് ആ ധ്യാൻ അല്ല, അജുൽ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അവന് സ്ക്രൈബായിട്ട് എഴുതിയ അജുൽ എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്തേക്ക് കൂടിയാണ്. അവനും ഇപ്രാവശ്യം ഫുൾ A+ ആണ്. സോ അവർ രണ്ടുപേരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പോയി നോക്കാം. ഹായ് മകളെ, വളരെയധികം പരിചയമുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ മുന്നിലുള്ളത്. ധ്യാൻ അല്ലേ? ധ്യാൻ ഓർമ്മണ്ടോ? നമ്മൾ പണ്ട് വന്നൊക്കെ ഓർമ്മണ്ടോ? എന്തിനായിരുന്നു വന്നത്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി നാടിനൊക്കെ അഭിമാനമായി ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ ധ്യാനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പക്ഷെ ഇന്ന് ഇവിടുത്തെ ഗസ്റ്റ് ധ്യാൻ അല്ല, മറിച്ച് അജുൽ എന്ന് പറയുന്ന നമ്മുടെ ഇപ്രാവശ്യം 10ാം ക്ലാസ്. ഇപ്പൊ അവന് +1 കൊമേഴ്സ് പഠിക്കുന്നുണ്ട്, സൈലത്തിൽ തന്നെ നിന്ന് പഠിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വേറെ പറയാം. പക്ഷെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അജുലാണ്. എങ്ങനെയാണ് അജുൽ സൈലത്തിലേക്ക് എത്തിയത് എന്നും അതോടൊപ്പം തന്നെ ഇപ്പോ അജുൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, എന്താണ് നിന്റെ റിസൾട്ട്? എന്താണ് മൈക്ക് പിടിച്ചു? റിസൾട്ട് എന്താണ്? ഫുൾ A+ ആണ്. ഫുൾ A+ ആണ്. എങ്ങനെയാണ് സൈലത്തിലേക്ക് വരുന്നത്? സൈറ്റിലേക്ക് ഫസ്റ്റ് സൈലം പറഞ്ഞിരുന്ന ധ്യാനാണ്. എനിക്ക് ആപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. യൂട്യൂബില് ക്ലാസ് കാണലുണ്ട്, അല്ലാതെ 9th പഠിക്കുമ്പോൾ 10th ധ്യാന്റെ മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴാണ് ധ്യാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. സൈലം കണ്ടത് നല്ല ക്ലാസ്സാണ്. അപ്പൊ ഞാൻ പിന്നെ സാറിന്റെ ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് ഈ 10th കഴിഞ്ഞ് പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് തന്നിട്ടുണ്ട്, അതിന്റെ നമ്പറും ഇമെയിലും തന്നു. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി. എനിക്ക് ധ്യാൻ എടുത്ത് തന്നു. ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ഞാൻ കാണാൻ തുടങ്ങി. ജൂൺ ഏപ്രിൽ ആ ടൈമിലാണ് ഫസ്റ്റ് അനന്തു സാറിന്റെ ക്ലാസ്. അത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഒരു CEO ഒന്നും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അറിയുമ്പോൾ ഫിസിക്സിന്റെ ക്ലാസ്. അങ്ങനെ ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിലും കാണാൻ തുടങ്ങി. ധ്യാനാണ് എനിക്ക് കഷ്ടം എടുത്തത്. പിന്നെ ഒരു നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അജുലിനെ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ വർഷം ധ്യാൻ മോനെ ഫുൾ A+ വാങ്ങിയല്ലോ. അപ്പൊ അതിന്റെ സ്ക്രൈബായിട്ട് എഴുതിയ ഒരു കുട്ടിയായിരുന്നു അജുൽ എന്ന് പറയുന്നത്. അപ്പൊ ധ്യാൻ മോനെ അവന് കൊടുത്തൊരു സമ്മാനമാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് പറഞ്ഞാൽ നമ്മുടെ അസ്ത്ര ബാച്ച് അവന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ധ്യാൻ കൊടുത്തൊരു സമ്മാനമാണ്. ശരിക്കും അതിലിപ്പോ സന്തോഷം തോന്നുന്നുണ്ടോ? ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ഇതുകൊണ്ടാണ് സാറിനെയൊക്കെ കാണാൻ പറ്റിയത് ശരിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയി നമ്മുടെ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്തോ തിരക്കിലായിരുന്നു തോന്നുന്നില്ലേ? യെസ്, അന്ന് എന്തോ തിരക്കിലുണ്ടെന്ന് പറഞ്ഞു. യെസ്. ഇനി എന്താണ് ഇനി വരാൻ പോകുന്ന കുട്ടിയോട് പറയാനുള്ളത്? 10ാം ക്ലാസ് എന്ന് പറയുന്നത് അത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഒരു എൻഡ് പോലെയാണ്. ഇനി അങ്ങോട്ടുള്ളത് നമുക്കൊരു പരിചയമില്ലാത്തൊരു ലോകമാണ്. അപ്പം നമ്മൾ 10th എന്തോ ചെയ്യുന്നു നമ്മൾ +1 അഫക്റ്റ് ചെയ്യില്ല. ഈ ഫുൾ A+ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നോക്കി ചൂസ് ചെയ്യാം. അല്ലാതെ ഫുൾ A+ കിട്ടി സയൻസാണ് അങ്ങനെ നോക്കി നമ്മൾ ചൂസ് ചെയ്ത് കുറേ പേരുണ്ട്. പിന്നെ ട്രാൻസ് പഠിച്ച് കൊമേഴ്സിലേക്ക് വരും. പിന്നെ രണ്ടും മനസ്സിലാവാത്ത രീതിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. അതിനേക്കാളും നല്ലത് നമ്മളെ കൊണ്ട് എന്ത് പറ്റും, നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പം പറഞ്ഞെന്താ വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ള ഒരു കുട്ടി കൊമേഴ്സ് ആണ് ചൂസ് ചെയ്തത്. അവിടെ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അവൻ കൊമേഴ്സ് ചൂസ് ചെയ്തു എന്നുള്ളത് നമ്മുടെ പാഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ കോഴ്സും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കും അജുലിനും കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട്. അത് ഞങ്ങൾ പുറത്ത് പോയിട്ട് സംസാരിക്കാം. സോ ഒരു ഓൾ ദ ബെസ്റ്റ് എടുത്താലോ? യെസ്, ഒരു ഓൾ ദ ബെസ്റ്റ് എടുത്താൽ അജുലെ. നമ്മളെല്ലാവരും കൂടി നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അതായത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടും എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു? നേടണം എന്നുണ്ടായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പഠിച്ചത്? മെയിനായിട്ട് നമ്മുടെ 9ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അറിയേണ്ടത് എങ്ങനെ നമ്മളെ പഠനം ചെയ്യുന്നത്. സൈലത്തിൽ അസ്ത്ര ബാച്ച് എങ്ങനെയൊക്കെ മോനെ സഹായിച്ചത്? എങ്ങനെയായിരുന്നു കാണാറുള്ളത്? ഞാന് ഫസ്റ്റ് ആ ഒരു വെക്കേഷൻ ടൈമിലേക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ് എപ്പോഴാണ് വരിക, റെക്കോർഡ് ക്ലാസ് എപ്പോഴാണ് വരിക. അപ്പൊ സൂമിലാണ് ഇരുന്നത്. ആപ്പ് റെഡി ആയിട്ടില്ല അന്ന്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ ആപ്പൊക്കെ റെഡി ആയി, റെക്കോർഡ് ക്ലാസ് കണ്ട് അതിലൊക്കെ കാണാൻ. അപ്പൊ അസ്ത്രയിൽ ഞാൻ കണ്ടെന്ന് വെച്ചാല് ഒരു ചാപ്റ്ററിൽ തന്നെ 10 പാട്ടൊക്കെ ആയിട്ട് വീഡിയോ. അപ്പൊ അത് അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ അതിന് ഫുള്ള് എടുത്തു തരും അവര്. ഒരു കാര്യം പോലെ അതിനകത്ത് മിസ്സാക്കില്ല.
അപ്പൊ അത് കഴിഞ്ഞിട്ട് യൂട്യൂബത്തെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ കണ്ടാൽ ആ ചാപ്റ്റർ നമുക്ക് ക്ലിയർ ആവും. സെറ്റാണ് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകാനുണ്ടാവും, ആ സമയത്തൊക്കെ ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ എന്തായിരുന്നു മോൻ ചെയ്തത്? അത്രയും അത്രയും ഇതാണെങ്കിൽ മാത്രമാണ് മിസ്സാക്കുന്നത്, അല്ലാതെ എല്ലാ ക്ലാസ്സും മാക്സിമം എല്ലാ ക്ലാസ്. സൈലത്തിലെ ടീച്ചേഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ടീച്ചേഴ്സിനെ പറ്റി ഫുൾ ടൈം ആക്റ്റീവാണ്. നമുക്ക് വേണ്ടിയിട്ട് അന്ന് പബ്ലിക് എക്സാമിന് മിഥുലാമിസും സാറും കൂടെ 2 മണി 3 മണി വരെയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. അത് മിസ്സിന് അത്രയും വയ്യെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നാച്ചു സാറിന് അത്രയും വയ്യായിട്ട് സാർ ക്ലാസ് എടുത്ത്, അതൊക്കെ നമ്മളോടുള്ള ഒരു ആത്മാർത്ഥത, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും മോന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഓരോ ടീച്ചേഴ്സും അത്രയും എഫേർട്ട് എടുത്താണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഒരാളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ അജുലിലെ ചേച്ചിയാണ്, അനഘ എന്നാണ് പേര്. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അനിയന്റെ പഠനത്തിൽ അല്ലെങ്കിൽ റിസൾട്ടിലൊക്കെ എന്തൊക്കെയാണ് ഫീൽ ചെയ്തത്? ഞാൻ എല്ലാ ദിവസവും വീട്ടിലുണ്ടാവാറില്ല, പക്ഷെ വരുന്ന ടൈമിൽ ഫുള്ള് അമ്മയും അവനും തമ്മിൽ അടിയും. എന്ത് പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കാറുള്ളത്? ഇപ്പോൾ ഫോൺ യൂസ് ആക്കുന്നത്, പിന്നെ രാത്രി ഒക്കെ ഇരുന്ന് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഒക്കെ ഭയങ്കര തമാശയിലാണ് ക്ലാസ് പോണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ വേറെ എന്തോ കാണുന്നത്, കോമഡി കാണുന്നത്. പിന്നാണ് മനസ്സിലായത് സൈലത്തിന്റെ ക്ലാസ്സാണ് മനസ്സിലായി. അങ്ങനെ ഇവൻ അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് അമ്മ എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഫോണിൽ കളിച്ചത്, നീ ഫോണിൽ കളിച്ചിരിക്കാൻ ഒരു മറുപടി ആയോ? മറുപടിയായി. എല്ലാവരും ഫോണിൽ കളിച്ചിരിക്കാൻ തെറ്റിദ്ധരിക്കുകയും, പക്ഷെ ആ സമയത്ത് ക്ലാസ്സുകൾ കണ്ട് ഫുൾ A+ നേടുകയും ചെയ്ത ഒരാളാണ്. ഇനി വരുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളോട് എന്താണ് അസ്ത്ര ബാച്ചിനെ പറ്റിയും അതോടൊപ്പം തന്നെ പഠിക്കുന്നതിനെ പറ്റിയും പറയാനുള്ളത്? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അസ്ത്ര ബാച്ച് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അസ്ത്ര ബാച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരിച്ചു ഇപ്പൊ നമ്മളിപ്പോ ഒരു ചാപ്റ്റർ ആ ഒരു സബ്ജക്ട് നമുക്ക് പിന്നെ മറന്നുപോയില്ല, അത്രയും ഡീപ്പായിട്ട്. കാരണം ഞാൻ കണ്ടതിൽ ഒരു ചാപ്റ്റർ തന്നെ 10-11 പാർട്ടുണ്ടോ. സോഷ്യൽ സയൻസ് ഒക്കെ എത്രയോ ഇതുണ്ടായിരുന്നു. അപ്പൊ അതിന് ലാസ്റ്റിലേക്ക് ഫുള്ളായിട്ട് റിവിഷനും ഇതൊക്കെ കാണുമ്പോ എടുക്കണതല്ല, അല്ലേ ചെറിയൊരു പൈസയേ ഉള്ളൂ. അപ്പം എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാം. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ ആയിട്ട് പറയുകയല്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ചെറിയ പൈസ കൊണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പൊ ഇതുപോലെ അടുത്ത വർഷം നിങ്ങളും ഇതേ ഫ്രെയിമിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അസ്ത്ര ബാച്ചിന്റെ പവർ കൊണ്ട് മാത്രമല്ല, അജുൽ എന്ന് പറയുന്ന ആള് അത്രയധികം എഫേർട്ട് എടുത്ത് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഈ മാർക്ക് കിട്ടുന്നത്. അപ്പം 2 കാര്യം കൂടി ചേരുമ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് ലെവലാവും. ഇനി എന്താണ് +1 എന്തെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? +1 സയൻസ് എടുക്കണം എന്നാണ്. സയൻസ് എടുക്കണം. ഈ 10A+ കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് ആദ്യം ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പോൾ സയൻസ് ഒക്കെ എടുത്ത് തന്റെ ആഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ബൈ കൊടുക്കുക, എന്തും കൊടുക്കാം. എന്താ വേണ്ടത്? ബൈ കൊടുക്കാം. വീണ്ടും കാണാം.